ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും അധികം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നെയിമിംഗ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പും അതുപോലെ തന്നെ കോമ്പൗണ്ട്സും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മാച്ച് ചെയ്യുക. 1 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ COOH ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏതാണ്, കാർബോക്സിലിക് ആസിഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണ്. OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ ഗ്രൂപ്പ് ആണ്. അതുപോലെ ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ആൽഡിഹൈഡ് ഗ്രൂപ്പുകളാണ്. അതുപോലെ C+O എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ നമ്മൾ പറയുന്ന പേര് കീറ്റോൺ എന്നാണ്. അപ്പൊ C+O കീറ്റോൺ. ഈ ഒരു ഓയിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. C+O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീറ്റോൺ ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരിക എ എന്ന് പറയുന്നത് എന്തുമായിട്ട് മാച്ച് ചെയ്തു, 2 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് എന്തുമായിട്ട് മാച്ച് ചെയ്തു, 4ാമത്തെ ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്തു. സി എന്ന് പറയുന്നത് എന്തുമായിട്ട് മാച്ച് ചെയ്തു, യെസ്, 1ാമത്തതായിട്ട് മാച്ച് ചെയ്തു. അതുപോലെ ഡി എന്ന് പറയുന്നത് എന്തുമായിട്ട് മാച്ച് ചെയ്തു, നിങ്ങൾക്കറിയാം 3ാമത്തതുമായിട്ട് മാച്ച് ചെയ്തു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് നിർബന്ധമായിട്ടും പഠിക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് കോമ്പൗണ്ടിന്റെ പേര് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിനിലെ എത്ര കാർബൺ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ കാർബണിന്റെ മീഥൈലുമായിട്ട് കണക്ട് ചെയ്തതിന്റെ പൊസിഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കണം. ഇതിനകത്ത് എന്തല്ല, ഈ ഒരു CH2ഉം CH3ഉം എന്തല്ല, ലിങ്ക്ഡ് അല്ല. അതൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ 3 കാർബണും അടുപ്പിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് നോക്കാം കറക്റ്റ് ബോണ്ടിങ് എങ്ങനെയാണ് പോയിരിക്കുന്നത്. CH3 CH2 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 CH3 അല്ലെ, ഇതാണ് നമുക്ക് എന്ത് വരിക, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറഞ്ഞിട്ട് വരിക. മക്കളെ നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കൂ, 1 2 3 4 ഇങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇനി ഇവിടെ നോക്കൂ, 1 2 3 4 ഇങ്ങനെയും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത് നോക്കുക, 1 2 3 4 5 6 അതാണ് നമ്മുടെ എന്ത്, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടുത്തെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കിട്ടി. 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ, യെസ്. അപ്പൊ നമുക്ക് ഹൗ മെനി കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ, ഏറ്റവും നീളം കൂടിയ ചെയിനില് കാർബൺ ചെയിനില് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, യെസ്, നിങ്ങൾക്ക് എഴുതാം. എത്ര കാർബൺ ആണ്, 6 കാർബൺ ആറ്റംസ് അല്ലെ, 6 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് what is the position of the carbon atom to which methyl groups are attached. methyl group എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കുക, CH3 ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുക, methyl ഗ്രൂപ്പ് എന്ന് പറയുക. CH3 ഗ്രൂപ്പുകളെയാണ് നമ്മൾ methyl ഗ്രൂപ്പ്സ് എന്ന് പറയുക. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ്സ് എവിടേക്കാണ് പ്രസന്റ് ആയിട്ടുള്ളത്, നിങ്ങളിവിടെ നോക്കൂ. യെസ്, നമുക്ക് ഇതാണ് എന്ത് പറയുന്നത്, ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് ഞാൻ എടുത്തത്. ശരിയല്ലേ, ലോങ്സ്റ്റ് ചെയിൻ ഇതാണ്, 6 കാർബൺ ആറ്റം ഉള്ളത്. അതിനകത്ത് CH3 ഗ്രൂപ്പ് ഇതാണല്ലോ മീഥൈൽ ഗ്രൂപ്പ്. ഈ മീഥൈൽ ഗ്രൂപ്പ് ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോ അത് ഏത് കാർബൺ ആറ്റവുമായിട്ടാണ് കണക്റ്റഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ചെയ്തു. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് നോക്കാം. എങ്ങനെ വരും, 1 2 3 4 5 6. അപ്പൊ നമ്മൾ ഇവിടെയാണ് മീഥൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഈ കാർബണുമലാണ് മുകളിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, താഴത്തേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ക്ലിയർ അല്ലേ, യെസ്. അപ്പൊ ഈ കാർബൺ എന്ത് വരണം, കുറവ് നമ്പർ വരണം. അതായത് നമ്മള് ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും നമ്പർ ചെയ്യുമ്പോൾ ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള കാർബണ് എന്ത് നമ്പർ വരണം, ഏറ്റവും ലോവസ്റ്റ് നമ്പർ വരണം, ഏറ്റവും കുറവ് നമ്പർ വരണം. ക്ലിയർ ആണല്ലോ, യെസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്പർ ചെയ്തപ്പോ നമുക്ക് ഇവിടെ നമ്പറിങ് കിട്ടിയത് എന്തായിരുന്നു, 1 2 3 4 എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ ഇട്ടത്. ഇനി ഇവിടുന്ന് നമ്പർ ഇട്ടപ്പോ 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ ഇട്ടത്. അപ്പൊ നമുക്കറിയാം 4ഉം 3ഉം ആണ് വന്നത്. അതിലേറ്റവും ചെറിയ നമ്പർ ഏതാ, 3. ക്ലിയർ അല്ലേ. അപ്പൊ നമുക്കറിയാം ഇവിടത്തെ 3 എന്ന് പറയുന്ന കാർബണുമലാണ് ഒരു മീഥൈൽ ഗ്രൂപ്പും അടുത്തൊരു മീഥൈൽ ഗ്രൂപ്പും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് മീഥൈൽ ഗ്രൂപ്പ് ആർ അറ്റാച്ച്ഡ്. മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എത്രാമത്തെ കാർബണിലാണ്, 3rd കാർബണിലാണ്. ഓക്കെ,
ക്ലിയർ അല്ലേ? യെസ്. ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് കാണുക. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. തേർഡ് കാർബണുമിലാണ് മീഥൈൽ ഗ്രൂപ്പ് മുകളിലേക്കും താഴേക്കും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതണം. അപ്പോൾ ഞാനിവിടെ കുറെ നമ്പറിംഗ് ഒക്കെ കൊടുത്തിട്ട് വളരെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 1 2 3 4 5 6 കാർബണേറ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അത് ഹെക്സൈൻ ആണ് വരിക അല്ലെ? ഹെക്സൈൻ ആണ്. 6 കാർബണേറ്റ് ആണെങ്കിൽ ഹെക്സൈൻ ആണ് വരിക. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മൂന്നാമത്തെ പൊസിഷനില് ഒരു മീഥൈൽ ഗ്രൂപ്പ്, വീണ്ടും മൂന്നാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പൊസിഷനിൽ മുകളിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, മൂന്നാമത്തെ പൊസിഷനിൽ വീണ്ടും ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പേര് എങ്ങനെയായിരിക്കും എഴുതുക? 3,3 ഒരു ഹൈഫൺ ഇട്ടു. മീഥൈൽ എന്നാണ് എഴുതുക? അല്ല, 2 മീഥൈൽ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഡൈ മീഥൈൽ എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ഡൈ മീഥൈൽ എന്ത് വരും? ഹെക്സൈൻ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? അതായത് മക്കളെ മനസ്സിലാക്കുക, നമ്മൾ ആദ്യം ലോങ്സ്റ്റ് ചെയിൻ എടുത്തു, ലോങ്സ്റ്റ് ചെയിനിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്മൾ നമ്പർ ചെയ്തു. അതിനകത്ത് നമുക്ക് ബ്രാഞ്ച് വന്നിട്ടുള്ളത് മീഥൈൽ ഗ്രൂപ്പ് ആണ് അല്ലെ? ഇവിടേക്ക് മീഥൈൽ ഗ്രൂപ്പ്, ഇവിടേക്ക് മീഥൈൽ ഗ്രൂപ്പ്. ആ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുള്ള കാർബൺ എന്ത് കിട്ടണം? കുറവ് നമ്പർ കിട്ടണം. ആ കുറവ് നമ്പർ വന്നത് 3 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പൊ 3 എന്തൊക്കെ വന്നിട്ടുണ്ട്? ഇവിടേക്ക് ഒരു മീഥൈൽ വന്നിട്ടുണ്ട്, ഇവിടേക്ക് ഒരു മീഥൈൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 3,3 ഡൈ മീഥൈൽ ഹെക്സൈൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാലും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനകത്ത് 2 കോമ്പൗണ്ട്സ് ആണ് തന്നിട്ടുള്ളത്, CH3 CH2 CH2OH. രണ്ടാമത്തെ കോമ്പൗണ്ട് CH3O CH2 CH3. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും പഠിക്കാം. ഓക്കെ, റൈറ്റ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ഈച്ച് വൺ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലെ? ഫങ്ഷണൽ ഗ്രൂപ്പ്സും അതിന്റെ കോമ്പൗണ്ട്സിന്റെ പേര് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചതാണ്. അപ്പൊ നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ, CH3 CH2 CH2OH ഗ്രൂപ്പാണ് വന്നത്. OH ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേര് പറഞ്ഞോ, ആൽക്കഹോൾ ഗ്രൂപ്പ് എന്നാണ് അല്ലെ? അപ്പൊ നമുക്കിത് മനസ്സിലായി, ഇതെന്താണ്? ആൽക്കഹോൾ ഗ്രൂപ്പാണ് അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇതേ സമയം ഈ ഒരു സാധനത്തിന് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? അതായത് കാർബണിന്റെ ഇടയിൽ O ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്നത് ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. പഠിച്ചു വെച്ചോണേ, ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് പറയുക. എന്താ പറയുക? ആൽക്കോക്സി ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ കണ്ടത് CO ഗ്രൂപ്പാണ്, തെറ്റിപ്പോകരുത്. C+O ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? കീറ്റോൺ എന്നാണ് കേട്ടോ. ഓക്കെ, അതേസമയം ഇതിന്റെ ഇടയിൽ ജസ്റ്റ് O മാത്രമേ ഉള്ളൂ. ഓക്കെ, O മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആൽക്കോക്സി എന്ന്. ഓക്കെ, തെറ്റിപ്പോരുത്. കീറ്റോണും ആൽക്കോക്സിയും പകരം തെറ്റിപ്പോരുത്. ഈ ആൽക്കോക്സിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈതറുകൾ എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് എല്ലാവർക്കും കിട്ടി. ആൽക്കഹോൾ ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദീസ്. ഇതിന്റെ IUPAC നെയിം എഴുതുക. അത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, ഓരോ ഫങ്ഷൻ ഗ്രൂപ്പിന്റെയും IUPAC നെയിം എഴുതാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 കാർബൺ ഉണ്ട്. 3 കാർബണിന്റെ വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പാണ് അല്ലെ? പ്രൊപ്പ് എന്ന് എഴുതി. ഓക്കെ, പ്രൊപ്പ് എന്ന് എഴുതി. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. പ്രൊപ്പാൻ എന്ന് എഴുതി. പ്രൊപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർബൺ ആണ്. 3 കാർബണിലേക്ക് ഒരു OH ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. OH അഥവാ ആൽക്കഹോൾ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഓൾ എന്നാണ് പറഞ്ഞത്. ഓള്. അപ്പൊ ഓൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പൊ പ്രൊപ്പനോൾ എന്ന് വരും. ഓക്കെ, പ്രൊപ്പനോൾ എന്ന് വരും. OH ഗ്രൂപ്പ് ആണെങ്കിൽ ഓള് ചേർക്കാം, OH ഗ്രൂപ്പ് ആണെങ്കിൽ ഓള് ചേർക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ OH ഗ്രൂപ്പ് ആണെങ്കിൽ ഓള് ചേർക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും? പ്രൊപ്പനോൾ എന്ന് വരും. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞുതരാം. അതിനെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് പറയാ. ആൽക്കോക്സി ഗ്രൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കിവിടെ ഇടയിലാണ് O ഗ്രൂപ്പ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? O എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഭാഗം നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു ഭാഗം നോട്ട് ചെയ്യുക. എന്നിട്ട് ഏതാണോ ചെറിയ ഭാഗം, ആ ചെറിയ ഭാഗത്തിന്റെ വേർഡ് റൂട്ട് നിങ്ങൾ എഴുതുക. ഇവിടെ നമ്മൾ O എന്ന് നോക്കിയപ്പോൾ ലെഫ്റ്റ് ഭാഗത്തേക്കുണ്ട്, റൈറ്റ് ഭാഗത്തേക്കുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ലെഫ്റ്റ് ഭാഗമാണ് ഏറ്റവും ചെറുത്. എന്താ ചെറുത് എന്ന് പറയുന്നത്? 1 കാർബൺ മാത്രമേ ഉള്ളൂ അല്ലെ? 1 കാർബൺ മാത്രമേ. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ 2 കാർബൺ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 കാർബൺ ഉള്ളതിന്റെ വേർഡ് റൂട്ട് എന്തായിരുന്നു? മെത്താണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? മെത്ത് എന്ന് എഴുതി. ഓക്കെ, മെത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതുക? ഓക്സി എന്ന് എഴുതുക. ഓക്കെ, ഓക്സി, അതായത് ഈ ഒരു ഓക്സിജന്റെ ഓക്സി എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് എഴുതുക? അടുത്ത ഭാഗം എഴുതുക.
ഓക്കെ, അടുത്ത വലിയൊരു ഭാഗം എഴുതുക. അടുത്ത ഭാഗം 1, 2 കാർബൺ ആറ്റത്തിന് നമ്മൾ പറയുന്ന പേര് എത്ത് എന്നാണ്. ഓക്കെ, അപ്പോ മെത്തോക്സി എത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞോ? ഇല്ലല്ലോ. നമുക്കറിയാം ഇതിന്റെ ഇടയിലൊക്കെ സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് നമ്മൾ എയിൻ എന്ന് നമ്മൾ ചേർത്തു. ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ മനസ്സിലാക്കി വെക്കുക, ആൽക്കോക്സി ഗ്രൂപ്പ് ആണെങ്കിൽ നടുവിൽ O ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ ലെഫ്റ്റ് പാർട്ട് അതുപോലെ റൈറ്റ് പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതില് ചെറിയ ഭാഗത്തിന്റെ പേര് ആദ്യം എഴുതുക, അതിനുശേഷം ഓക്സി എന്ന് കൊടുക്കുക, എന്നിട്ട് വലിയ ഭാഗം എഴുതുക, അത് കഴിഞ്ഞിട്ട് എയിൻ എന്ന് ചേർക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് മനസ്സിലായി അതിന്റെ UPSC നിയമം രണ്ടിന്റെയും കിട്ടിക്കഴിഞ്ഞു, പ്രൊപ്പനോളും അതുപോലെ തന്നെ മെത്തോക്സി ഈഥൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ഡു ദേ എക്സിബിറ്റ്? അതായത് ഏത് ടൈപ്പ് ഐസോമേഴ്സ് ആണ് അതിൽ കാണപ്പെടുന്നത്? എടാ മക്കളെ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഒന്ന് പറഞ്ഞേ, ഏതാണ്? ഇവിടെ OH ഗ്രൂപ്പ് ആണ് അല്ലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നത്, ഇവിടെ O ഗ്രൂപ്പ് ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നത്. അപ്പൊ ഏത് ഐസോമേഴ്സ് ആയിരിക്കും? ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏതാണ് ഇവിടെ ഫംഗ്ഷണൽ ഐസോമറിസം. എന്ത് ഐസോമറിസം ആണ്? ഫംഗ്ഷണൽ ഐസോമറിസം. ഓക്കെ, ക്ലിയർ? ഫംഗ്ഷണൽ ഐസോമേഴ്സ്. എന്തുകൊണ്ടാണ് ഫംഗ്ഷണൽ പറയാൻ? ഇവിടെ OH ഗ്രൂപ്പ്, ഇവിടെ O ഗ്രൂപ്പ്, ഫംഗ്ഷൻ ഗ്രൂപ്പ് മാറിപ്പോയി, അതുകൊണ്ട് നമ്മൾ പറയും ഫംഗ്ഷണൽ ഐസോമറിസം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിന്റെ ഇടയിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്ന A+ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുമെന്ന്. മക്കളെ, നിങ്ങൾ ബേസ് സെറ്റ് ചെയ്തൊക്കെ ആദ്യം പോകണം, എന്നിട്ട് വേണം നിങ്ങൾ A+ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാനായിട്ട്. ആദ്യം നിങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സെറ്റ് ചെയ്യുക, അതിനുശേഷമാണ് A+ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകേണ്ടത്. എന്തായാലും നമ്മൾ A+ ലെവൽ ക്വസ്റ്റ്യൻസ് പഠിച്ചാലും D+ ലെവൽ ക്വസ്റ്റ്യൻസ് പഠിച്ചാലും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു IUPAC നെയിം തന്നിട്ടുണ്ട്, 2-methyl hexane എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചറൽ ഫോർമുല എഴുതാനായിട്ട്. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുമ്പോൾ മക്കളെ, ഞാൻ ആദ്യം ഈ ഒരു പേര് എടുത്ത് എഴുതാണ് കേട്ടോ, 2-methyl hexane. ഓക്കെ, അപ്പോ ഇങ്ങനെ നമുക്ക് പേര് തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പേരിനോട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പേര് നമ്മൾ ജസ്റ്റ് അറബിക്ക് വായിക്കുന്ന പോലെ പുറകിലേക്ക് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് വായിക്കാറ്? 2-methyl hexane അങ്ങനെയല്ലേ വായിക്കാറ്? അതിന് പകരം നിങ്ങൾ അറബിക്ക് വായിക്കുന്ന പോലെ വായിക്കുക. അതായത് ഹെക്സൈൻ മീഥൈൽ 2 എന്ന് വായിക്കുക. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ആദ്യം അറബിക്ക് വായിച്ചപ്പോൾ എന്താ വായിച്ചത്? ഹെക്സൈൻ എന്നാണ് വായിച്ചത് അല്ലെ? ഹെക്സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാർബൺ ആറ്റാണ്? 6 കാർബൺ ആറ്റാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6 കാർബൺ ആറ്റംസ് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, 3, 4, 5, 6 കാർബൺ ആറ്റംസ് വരച്ചെടുത്തു. അപ്പൊ 2-methyl hexane എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഹെക്സൈന്റെ പാർട്ട് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് വരയ്ക്കണം. ആ മീഥൈൽ ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പ് ആണ് അല്ലെ? ഈ CH3 ഗ്രൂപ്പ് എവിടെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് ഈ 2-methyl എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ 2-methyl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാർബൺ മേലെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 1, 2, 3, 4, 5, 6 ഇതൊക്കെ നിങ്ങൾ മനസ്സിലെണ്ണിയാൽ മതി. ഞാനിവിടെ എഴുതി വെച്ചതാണ് ജസ്റ്റ്. അപ്പൊ രണ്ടാമത്തെ കാർബൺ ആറ്റത്തില് എന്ത് വന്നിട്ടുണ്ട്? ഒരു CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ഫില്ല് ചെയ്യുക? H ഫില്ല് ചെയ്യുക. അപ്പൊ H ഫില്ല് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. മക്കളെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ C എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്, ഇതിന് ഒരെണ്ണം പോയി. Cക്ക് പരമാവധി 4 ബോണ്ടുകളാണ് പരമാവധി ഉണ്ടാക്കാൻ പറ്റുക, 4 ബോണ്ട്സ്. അതില് ഒരു ബോണ്ട് പോയി, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? അപ്പോ ഹൈഡ്രജൻ ആയിരിക്കും അല്ലെ? 3 ഹൈഡ്രജൻ ഉണ്ടാവും. ഈ കാർബൺ നോക്കുകയാണെങ്കിൽ 1, 2, 3 എണ്ണം പോയി. ഇനി ഇവിടെ നാലാമത്തെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ഇനി ഈ കാർബൺ നോക്കുകയാണെങ്കിൽ 1, 2 പോയി. ഇനി ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഈ കാർബൺ നോക്കുകയാണെങ്കിൽ 1, 2 പോയി, ബാക്കി 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഇവിടെ അതെ 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാർബൺ മാത്രമാണ് പോയത് അല്ലെ? ഒരു വാലൻസി മാത്രമാണ് പോയത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ CH3 വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് 2-methyl hexane എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരച്ചു കഴിഞ്ഞാൽ 1 മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല, 1 മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദ മെയിൻ ചെയിൻ? മക്കളെ, ഈ IUPAC നെയിം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ? ഹെക്സൈൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ചെയിൻ എടുത്തു കഴിയുമ്പോൾ ഇതാണ് മെയിൻ ചെയിൻ. അതിനകത്ത് 1, 2, 3, 4, 5, 6 എത്ര കാർബൺ ആറ്റം ഉണ്ട്? യെസ്, നമുക്കറിയാം 6 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് ആയില്ലേ? യെസ്, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ചെയിൻ ഐസോമർ വിത്ത് 4 കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. ഇതെല്ലാവരും എഴുതിയെടുത്തല്ലോ, ഞാനിത് മാറ്റിയാണ്. നമുക്കറിയാം 4 കാർബൺ ആറ്റം വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഈ ഒരു കോമ്പൗണ്ടിനെ മാറ്റണം. അതായത് ഈ ഒരു കോമ്പൗണ്ടിൽ മെയിൻ ചെയിനിൽ 6 കാർബണേറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ചെയിൻ ഐസോമർ വിത്ത് 4 കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം പാടുള്ളൂ? 4 കാർബൺ ആറ്റംസേ പാടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 4 കാർബൺ ആറ്റംസ് വരച്ചു കൊടുത്തു. ക്ലിയർ? യെസ്. എന്നിട്ട് നമുക്കറിയാം നമുക്ക് ഓൾറെഡി എത്ര എണ്ണം ഉണ്ടായിരുന്നു? 6 കാർബൺ ആറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ 4 എണ്ണം എന്താക്കി? നമ്മൾ മെയിൻ ചെയിനിലേക്ക് മാറ്റി. അപ്പൊ ബാക്കിയുള്ള 2 എണ്ണം എന്തായിരിക്കും? ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലെ, ശാഖകളായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു CH3 കൊടുക്കാം, അതുപോലെ തന്നെ ഇവിടെയും എന്ത് കൊടുക്കാം? ഒരു CH3 കൊടുക്കാം. എങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല. ഈ ഒരു CH3 മുകളിലേക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്ത് വന്നു? CH3 ഗ്രൂപ്പ് വന്നു. ഇവിടെ നമുക്ക് CH വന്നു, ഇവിടെ CH വന്നു, ഇവിടെ CH3 ഗ്രൂപ്പ് വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ ഇതിന്റെ 4 കാർബൺ ആറ്റംസ് വരുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് കാണുക. ഒന്നും പറഞ്ഞിട്ടില്ല. 4 കാർബൺ ആറ്റംസ് മെയിൻ ചെയിനിൽ വരുന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് ബാക്കി വരുന്ന റിമൈനിങ് കാർബൺ ആറ്റംസ് എന്താക്കിയിട്ട് കൊടുക്കുക? ബ്രാഞ്ചസ് ആക്കിയിട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ A+ ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. യെസ്. നല്ലപോലെ ചിന്തിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ 4 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. മെത്തോക്സി പ്രൊപ്പൈൻ, മെത്തോക്സി പെന്റൈൻ, എത്തോക്സി ഈഥൈൻ, എത്തോക്സി പ്രൊപ്പൈൻ. ഇത്രയും 4 കോമ്പൗണ്ട്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനകത്ത് വിച്ച് ഓഫ് ദീസ് ആർ മെറ്റാമേഴ്സ്? മെറ്റാമറുകൾ നിങ്ങൾ SSLC പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. മെറ്റാമർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും? ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊരു പക്ഷേ ABC എന്ന് പറയുന്ന 3 സബ് ക്വസ്റ്റ്യൻസിൽ C ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്? മെറ്റാമേഴ്സിനെ കുറിച്ചിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ മെറ്റാമർ മക്കളെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് വിച്ച് ഓഫ് ദീസ് ആർ മെറ്റാമർ. മെറ്റാമർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, അതിനകത്ത് ഉണ്ടാവുന്ന എന്താണ്? കാർബൺ ആറ്റംസിന്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ വരച്ചിട്ട് ആ സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ മെത്ത് എന്ന് പറയുമ്പോൾ 1 കാർബണേറ്റ് ആണ്, പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബണേറ്റ് ആണ്. അങ്ങനെ ആകെ മൊത്തം ഇതിൽ എത്ര കാർബണേറ്റ് ഉണ്ട്? 4 കാർബണേറ്റംസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? മെത്ത് എന്ന് പറയുമ്പോൾ 1 ആണ്, പെന്റ് എന്ന് പറയുമ്പോൾ 5 എണ്ണമാണ്. അങ്ങനെ ആകെ മൊത്തം 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇതിനകത്ത് നോക്കൂ, എത്ത് എന്ന് പറയുമ്പോൾ 2 എണ്ണം, ഇവിടെയും എത്ത് എന്ന് പറയുമ്പോൾ 2 എണ്ണം. അപ്പൊ ആകെ മൊത്തം എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, എത്ത് എന്ന് പറയുമ്പോൾ 2 എണ്ണം, പ്രൊപ്പ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം? 3 എണ്ണം. അപ്പൊ ആകെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞേടാ, ഇതിനകത്ത് ഏതൊക്കെയാണ് പെയറായിട്ട് വരിക? ഏതൊക്കെ മെറ്റാമേഴ്സ് ആണ് നമുക്ക് കിട്ടുക? യെസ്, സിമ്പിൾ ആയിട്ട് പറയാം. 4 കാർബൺ ആറ്റം ആരൊക്കെയാണ്? മെത്തോക്സി പ്രൊപ്പൈൻ അല്ലെ, A and C. അപ്പൊ ഞാനിവിടെ ആൻസർ എഴുതി വെക്കുകയാണ്. ആൻസർ ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ A and C അല്ലെ. ഈ പറഞ്ഞ മെത്തോക്സി പ്രൊപ്പൈനും അതുപോലെ തന്നെ എത്തോക്സി ഈഥൈനുമാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ പറഞ്ഞ പോലെ മെറ്റാമേഴ്സ് ആയിട്ട് വരുന്നത്. മെറ്റാമർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. മെറ്റാമറിനകത്ത് എന്തായിരിക്കും? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് സെയിം ആയിരിക്കും, പക്ഷെ ആ ഒരു ഓക്സിജൻ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻസ് മാറിയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ക്ലാസ്സസിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ A and C ആണ് അതിന്റെ ആൻസർ. റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചർ ഫോർമുല. അതായത് എയുടെയും സിന്റെയും എന്ത് എഴുതണം? സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് എഴുതണം. അപ്പൊ A എന്ന് പറയുന്നത് എന്താണ്? മെത്തോക്സി പ്രൊപ്പൈൻ ആണ്. അപ്പൊ ഞാനിവിടെ എഴുതാണ് മെത്തോക്സി പ്രൊപ്പൈൻ. എന്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കാനും പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? മെത്തോക്സി പ്രൊപ്പൈൻ. അപ്പൊ ഇത് ആൽക്കോക്സി ഗ്രൂപ്പുകളാണ് അല്ലെ. ഓക്സി എന്ന് പറയുമ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പിലാണ് വിടുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അറബിക്ക് വായിക്കുന്ന പോലെയാണ് വായിക്കേണ്ടത്. ശരി, സമ്മതിച്ചു. പക്ഷെ നമ്മൾ പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം ഇങ്ങനെ വരച്ചു. അതിനകത്ത് ഓക്സി എന്ന് പറയുമ്പോൾ എന്ത് കൊടുത്തു? ഒരു ഓക്സിജൻ ഗ്രൂപ്പ് കൊടുത്തു. മെത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് കൊടുത്തു? ഒരു കാർബൺ ഗ്രൂപ്പ് കൊടുത്തു. ഓക്കെ. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്ത് ഫില്ല് ചെയ്യാം? H ഫില്ല് ചെയ്യാം. ഓക്കെ. H ഫില്ല് ചെയ്യാൻ ഇനി ഒന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. അതിന്റെ അവസാന നിമിഷമായി. അപ്പൊ CH3O, CH2, CH2, CH3. ഇതാണ് നമ്മുടെ എന്ത്? മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അറബിക്ക് വായിക്കുന്ന പോലെ പ്രൊപ്പൈൻ, അത് കഴിഞ്ഞ് ഓക്സി, അത് കഴിഞ്ഞ് മെത്ത് എന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എത്തോക്സി ഈഥൈൻ, നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. എത്തോക്സി ഈഥൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്തോക്സി ഈഥൈൻ.
അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ഈതൈൻ ആണ് അല്ലെ. അപ്പൊ ഈതൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാർബൺ ആയിട്ടാണ്. ഓക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഗ്രൂപ്പ് ആണ്. എത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 2 കാർബൺ ആറ്റംസ് ആണ്. ഓക്കെ, മെത്തല്ല എത്താണ്. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം CH3 CH2 CH2 ഇവിടെ വരും, ഇവിടെ CH3 വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി CH3 CH2 O CH2 CH3. ഇത് ഞാൻ പറയുന്നത് ഇത് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് അല്ല, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാനുള്ള ഒരു ജസ്റ്റ് ഒരു റിവിഷൻ ക്ലാസ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്തോക്സി ഈതൈൻ കിട്ടി. ഓക്സിജന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതിനെ നിങ്ങൾ വേണമെങ്കിൽ നെയിം ചെയ്ത് നോക്കൂ. ഇവിടെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഇതാണല്ലോ ഓക്സിജൻ ഗ്രൂപ്പ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഭാഗമുണ്ട്, റൈറ്റ് സൈഡിലേക്ക് ഒരു ഭാഗമുണ്ട്. ലെഫ്റ്റ് സൈഡിലും 2 കാർബണേറ്റ് ആണ്, റൈറ്റ് സൈഡിലും 2 കാർബണേറ്റ് ആണ്. അപ്പൊ നമ്മൾ കുറവ് നമ്പർ ഓഫ് കാർബൺസ് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി ഇത് എത്താണ്, ഇത് ഓക്സിജൻ ആണ്, അപ്പൊ ഓക്സി എഴുതി. അതുപോലെ ഇതും എന്താണ്, എത്താണ്. തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എത്തോക്സി ഈതൈൻ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് മെറ്റാമേഴ്സ് എന്ന് പറയുന്നത്. മെറ്റാമേഴ്സ് ഈസ് വെരി 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 സിമ്പിൾ. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ സ്ട്രക്ചർ വരച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മെത്തോക്സി പ്രൊപ്പൈൻ, ഞാൻ മെത്തോക്സി പ്രൊപ്പൈൻ ഒന്നുകൂടി വരയ്ക്കാണ്. മെത്തോക്സി പ്രൊപ്പൈൻ അല്ലെ, പ്രൊപ്പൈൻ. ഇവിടെ നിങ്ങൾ നോക്കൂ, മെറ്റാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനകത്ത് ഓക്സിജൻ ഗ്രൂപ്പ് എവിടെയാണ് വന്നിട്ടുള്ളത്, 1, 2, 3ാമത്തെ പൊസിഷനിലാണ് ഓക്സിജൻ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. ഇതേ സമയം ഇവിടെ നോക്കുമ്പോൾ 2ാമത്തെ പൊസിഷനിലാണ് അല്ലെ എന്ത് വന്നിട്ടുള്ളത്, ഓക്സിജൻ ഗ്രൂപ്പ്. അപ്പൊ ഓക്സിജൻ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ മെറ്റാമർ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഓക്സിജനെ പിടിച്ചിട്ട് എവിടെയും കൊണ്ടുപോയിക്കാം, അപ്പുറത്തും കൊണ്ടുപോയിക്കാം. ഓക്കെ, യെസ്. പക്ഷേ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കും. ഇതാണ് മെറ്റാമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് മക്കളെ ഒരു കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യത, ഒന്ന് ബെൻസീനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബെൻസീൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ബെൻസീൻ അല്ലെ, ബെൻസീൻ. ബെൻസീൻ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഈ അരോമാറ്റിക് കോമ്പൗണ്ടിന് നമ്മൾ എന്താണ് പേര് പറയുക, ബെൻസീൻ എന്നാണ് പറയുക. ഈ ബെൻസീൻ എന്ന് പറയുന്ന ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോണം. ഈ ബെൻസീന്റെ അകത്ത് എന്താണ്, OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പറയുന്ന പേര് ഫീനോൾ എന്നാണ്. ഫീനോൾ എന്നാണ് പറയുക OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് COOH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, COOH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് എന്താണ് പറയുക, യെസ്, കാർബോക്സിലിക് ആസിഡ് അല്ലെ, സോറി, എന്താണ് നമ്മൾ പറയുക, ബെൻസോയിക് ആസിഡ് എന്നാണ് പറയുക. ഇത് കാർബോക്സിലിക് ഗ്രൂപ്പ് ആണല്ലോ. ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ബെൻസോയിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും 3 കോമ്പൗണ്ട്സിന്റെ പേര് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിനകത്ത് ബെൻസീൻ എന്ന് പറയുന്ന അരോമാറ്റിക് ആണ്, അലിഫാറ്റിക് അല്ല. പഠിച്ചു വെക്കാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ഇത് 3 നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത, ഒന്ന് നമുക്ക് സ്ട്രക്ചർ തരും. ഈ സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ IUPAC നെയിം എന്തായാലും എഴുതാൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ SSLCക്ക് സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ IUPAC നെയിം എഴുതാനായിട്ട് വരും. അതൊരു പക്ഷെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാർബൺ ചെയിൻ തന്നിട്ടുള്ള ഒരു IUPAC നെയിം എഴുതാനായിരിക്കാം. ഓക്കെ, യെസ്. അപ്പൊ പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ പറഞ്ഞ പോലെ ബെൻസീന്റെ കേസ് വെച്ചിട്ട് ചോദിക്കാം. ബെൻസീന്റെ കേസ് വെച്ചിട്ട് ചോദിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ഐസോമെറിസം. ഐസോമെറിസം ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. 100% ഐസോമെറിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഐസോമെറിസത്തിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം, ഐസോമെറിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഈസ് 100% ഷുവർ ക്വസ്റ്റ്യൻ ഐസോമെറിസം. ഇത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ബെൻസീൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം, പറയാൻ പറ്റില്ല. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. പക്ഷെ ഐസോമെറിസവും സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാനും നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് പഠിക്കാത്ത കുട്ടിയായാലും പഠിച്ച കുട്ടിയായാലും തലേദിവസം പഠിക്കാനിരിക്കുന്ന കുട്ടിയായാലും ആരായാലും എന്തറിയണം, ഈ പറഞ്ഞ 3 ടോപ്പിക്സും കൃത്യമായിട്ട് അറിയണം. അതിനകത്ത് ഐസോമെറിസം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സ്ഥിരം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.